Mesmerizing wedding collection. Tejaswini by Chungat Jewelry. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. 136 ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ അനുസ്മരിച്ച് രാജ്യം കുട്ടികൾക്ക് പ്രിയങ്കരനായ ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി നാടെങ്ങും ആഘോഷിച്ചു. അങ്കമാലി സെന്റ് മേരീസ് LP സ്കൂളിലും ശിശുദിന ആഘോഷ പരിപാടികൾ നടന്നു. 1889 നവംബർ 14 അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജനനം. സ്വാതന്ത്ര്യ സമര സേനാനി, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ തുടങ്ങി പണ്ഡിറ്റ് ജി തിളങ്ങി നിൽക്കാത്ത മേഖലകളില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 മുതൽ 1964 മരിക്കും വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. കുട്ടികളെ തന്റെ ജീവന തുല്യം സ്നേഹിച്ച നെഹ്റുവിനെ കുട്ടികൾ അതേ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചു. അങ്ങനെ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 രാജ്യം ശിശുദിനമായി ആഘോഷിച്ചു തുടങ്ങി. അങ്കമാലി സെന്റ് മേരീസ് LP സ്കൂളിൽ ശിശുദിനം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. ചാച്ചാജിയുടെ വേഷമണിഞ്ഞ കുരുന്നുകളും വിശിഷ്ടാതിഥികളും ചേർന്ന് ഭദ്രദീപം കൊളുത്തി. സ്കൂൾ അസിസ്റ്റന്റ് മാനേജറും അങ്കമാലി ബസിലിക്ക പള്ളി സഹവികാരിയുമായ ഫാദർ ആൻസൺ നടുപ്പറമ്പിൽ ശിശുദിന സന്ദേശം നൽകി. ഇതുപോലെ തന്നെ അച്ഛൻ ഞങ്ങളുടെ സ്കൂളിന്റെ പ്രതിനിധിയായിട്ട് ചാച്ചാജി ആയിട്ടുള്ള വ്യക്തിയാണ്. അച്ഛൻ ഇച്ചിരി പൊക്കം കൂടുതലും ഇച്ചിരി മെലിഞ്ഞിരുന്നു. ഇപ്പം കാണുന്നവരൊന്നും ഇച്ചിരി മെലിഞ്ഞുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ആ വേഷമെല്ലാം കെട്ടി സ്കൂളിൽ നിന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ചാച്ചാജി ആകണമെങ്കിൽ ജുബ്ബ് പോലത്തെ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് വേണം അല്ലേ. ചാച്ചാജിക്ക് അങ്ങനത്തെ ഒരു ഡ്രസ്സ് ആകാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അവൻ കല്യാണത്തിന് ഉപയോഗിക്കുന്ന ഒരു ഷർവാണി എന്ന് പറഞ്ഞ ഡ്രസ്സുണ്ട്. ആ സാധനം എല്ലാം മേടിച്ചുകൊണ്ട് പോയിട്ട് അച്ഛൻ ചാച്ചാജിയുടെ തലയിൽ തൊപ്പി ഇട്ടുകൊണ്ട് നടന്ന് ഓർക്കുന്നുണ്ട്. പക്ഷെ അന്ന് എന്തിനാണ് അച്ഛൻ ഈ വേഷം ധരിച്ചതെന്നൊന്നും അച്ഛൻ അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് അച്ഛന് മനസ്സിലായി, ഒരു രാജ്യത്തെ ഇത്ര മനോഹരമായി ഇത്ര ഭംഗിയായിട്ട് നമ്മളെ ഓരോരുത്തരെയും ഒരു കുടക്കീഴിൽ നേതൃത്വം കൊണ്ട് വഹിച്ച് ഇത്ര മനോഹരമായി രാജ്യത്തെ പണിതുയർത്തിയ ഒരു മഹത് വ്യക്തിയുടെ ഒരു ജന്മദിനത്തിലാണ് അച്ഛൻ ആ വ്യക്തിയെ ഓർത്തുകൊണ്ട് ഉടുപ്പിട്ടതെന്ന് മനസ്സിലായി. നമ്മളിവിടെ വളരെ സന്തോഷത്തോടെ ഇരിക്കണം അല്ലേ. നമ്മൾ വളരെ രസകരമായ നല്ല ഡ്രസ്സെല്ലാം ഇട്ടാണ് നമ്മളിരിക്കുന്നത് അല്ലേ. ഇതുപോലെ ഈ ഡ്രസ്സെല്ലാം ഇടാൻ കാരണക്കാരനായിട്ടുള്ള ഒരു മഹത് വ്യക്തിയെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം? ഇന്ന് ഈ ദിവസം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, നാളെ ഞാൻ കാരണം എൻ്റെ ഈ സ്കൂളിനും എൻ്റെ ഈ നാടിനും എൻ്റെ ഈ രാജ്യത്തിനും നന്മയേകുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറണം. മനസ്സിലായ മക്കൾക്ക്? അതായത് നാളെ നിങ്ങളെ ഓർത്ത് നിങ്ങളെ അഭിമാനിക്കുന്നവരായിട്ട് ഞങ്ങളെല്ലാവരും മാറണം. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം? നന്മയിൽ, ഏറ്റവും വിശുദ്ധിയിൽ, അതുപോലെ തന്നെ നന്നായി പഠിച്ച് സ്കൂളിൻ്റെ മാന്യതയ്ക്ക് അനുസൃതമായിട്ട് ജീവിക്കാനും വളരുവാനും പരിശ്രമിക്കണം. നിങ്ങൾ വളരുമോ? വളരുമ്പോൾ നല്ലൊരു കൈയടി അടിച്ചേ. അപ്പം അച്ഛൻ ഇന്നത്തെ ഈ നമ്മളുടെ നവംബർ 14 ശിശുദിനമായി ആചരിക്കുന്ന ഈ ആഘോഷത്തിന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. അച്ഛനല്ല ചെയ്യേണ്ടത്, ശരിക്കും നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ചനാണ്. അച്ഛൻ ലിസി ആശുപത്രിയുടെ ഒരു ആവശ്യത്തിനായിട്ട് പോകുന്നതെന്നാണ് അച്ഛൻ വരാതിരിക്കുന്നത്. അച്ഛനും ഷെർണച്ചനും നിങ്ങളുടെ പ്രത്യേക ആശംസകൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വികാരിച്ചന് ഏറെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. അച്ഛൻ ഇടയ്ക്ക് വന്ന് നിങ്ങളോട് വഴക്കുണ്ടാക്കാറില്ലേ? ചിലപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടാറില്ലേ? അപ്പനും അമ്മയും ദേഷ്യപ്പെടുന്ന എന്തിനാണ്? നിങ്ങളോട് ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണോ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ദേഷ്യപ്പെടുന്നത്? ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണല്ലേ. ഇഷ്ടമില്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ആവശ്യമുണ്ടോ? നിങ്ങൾ എങ്ങനെയെങ്കിലും വളർന്നോന്ന് പറയല്ലേ. അച്ഛൻ വിദ്യച്ഛൻ നമ്മളോട് വഴക്കുണ്ടാക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നത് അച്ഛൻ നമ്മൾ അത്രമാത്രം ഇഷ്ടമാണ്. നിങ്ങൾ നല്ല മക്കളായിട്ട് വളരണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ എല്ലാവിധ ആശംസകളും മക്കൾക്ക് നേർന്നിട്ടുണ്ട്. അച്ഛൻ ഒരുപാട് ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ. ആ ഇഷ്ടത്തിൻ്റെ കാരണം അച്ഛൻ ബൈക്കുമായിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഒരിക്കൽ പോലും ഒരു ഗുഡ് മോർണിംഗ് തരാത്ത ഒരു ദിവസം അച്ഛനില്ല. ഞാൻ തിരിച്ചു തന്നില്ലേ പോലും മക്കൾ ഓടി വന്ന് അച്ഛനോട് ഗുഡ് മോർണിംഗും, അച്ഛൻ സുഖമാണോ, അച്ഛൻ എവിടെ പോകുന്നു, അച്ഛൻ ഭക്ഷണം കഴിച്ചോ എന്നെല്ലാം ചോദിക്കുന്നു. നല്ല ഒരു നന്മയുള്ള മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. നമ്മൾ ചെറിയ കുഞ്ഞ് ഒരു ഗ്രൂപ്പാണ്, പക്ഷെ ഒരുപാട് നന്മകൾ നിറഞ്ഞിരിക്കുന്ന മക്കളാണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ സജീവ് ജോൺ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബെറ്റി തോമസ്,
ചൈൽഡ് പ്രൊട്ടക്ട് ടീം ഭാരവാഹികളായ രഞ്ജിത്ത് രവീന്ദ്രൻ, റോജിൻ ദേവസി, ജോർജ് മുണ്ടാടൻ, ബിജു നെറ്റിക്കാടൻ, NP അജികുമാർ, മാർട്ടിൻ ചെറുമഠത്തിൽ, അധ്യാപിക അനു പോൾ, സ്കൂൾ ലീഡർ SS ഭവ്യ, അശ്വതി വിശ്വനാഥൻ, PTA, മദർ PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച ദേശഭക്തി തുളുമ്പുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇന്ന് നവംബർ 14 ശിശുദിനം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ശിശുദിനാശംസകൾ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നവംബർ 14 ശിശുദിനമായി നാം ആചരിക്കുന്നത്. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് തന്നെ കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്നും ചാച്ചാ നെഹ്റു എന്നും വിളിച്ചിരുന്നു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നത്. നാം അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. ഇത് ചാച്ചാജിയുടെ വാക്കുകളാണ്. ആധുനിക ഇന്ത്യയിലെ ശില്പി എന്നാണ് നെഹ്റു അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരനും പ്രാസംഗികനും ആയിരുന്നു. ഇന്ത്യയെ കണ്ടെത്തലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി. കുട്ടികൾ ഇന്നേ ദിവസം ചാച്ചാജിയെ പോലെ വസ്ത്രം ധരിച്ച് നെഞ്ചിൽ റോസാപ്പൂ അണിഞ്ഞ് ശിശുദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നു. കുട്ടികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി. നാളെയുടെ നല്ല പൗരന്മാരായി വളരാൻ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തുടർന്ന് വർണ്ണശബളമായ ശിശുദിന റാലിയും നടന്നു. വെള്ളക്കുപ്പായവും തൊപ്പിയും ധരിച്ച് ഉടുപ്പിൽ ചുവന്ന റോസാപുഷ്പം ചൂടി നിരവധി കുരുന്നുകൾ റാലിയിൽ അണിചേർന്നു. അധ്യാപകരും PTA ഭാരവാഹികളും ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം അംഗങ്ങളും ചേർന്ന് കുട്ടികൾക്ക് പായസവും മധുര പലഹാരങ്ങളും നൽകി ശിശുദിന സന്തോഷം പങ്കിട്ടു.
ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV Jacko Jewelers, അങ്കമാലി.